ഓക്കെ ഗൈസ്, നമുക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാലല്ലേ, അത് നമ്മുടെ ഷിൻചാൻ നമ്മൾ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പറയാൻ മറന്നാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവൻ നമ്മുടെ കൂടെ വന്നിട്ട് ഫുള്ള് കുരുത്തക്കേട് മാത്രം ഒപ്പിക്കണുള്ളൂ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ, ഞാൻ എൻ്റെ നിഷ്കുളി ചേട്ടന് ഞാൻ എന്താ ചെയ്തതിനെ ഞാൻ പറയട്ടടാ, ഒന്ന് ക്ഷമിച്ചടേ. നിന്നെ സ്കൂളിൽ ചേർത്തത് നീ ഇപ്പോൾ ഇവിടെ വെറുതെ ഫോണിൽ കുത്തിയിരിക്കുക, അതുകൊണ്ടായിട്ട്. പിന്നെ എവിടെയെങ്കിലും പോയാൽ ഫുഡ് വേണം എന്ന് പറഞ്ഞ് സ്വസ്ഥമല്ല. ഞാൻ അത്രയും വലിയ തടിയൊക്കെ ഉള്ള നിനക്കാണെങ്കിൽ ഡ്രസ്സ് മേടിച്ചു തരണം. അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. വൈകുന്നേരം വരെ എങ്കിലും ഒരു സ്വസ്ഥത കിട്ടണം എനിക്ക്, അതുകൊണ്ടാണ് നിന്നെ സ്കൂളിൽ ചേർക്കണേ. ശരി, സ്കൂളിൽ പോയാൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടുമോ? നല്ല ഫ്രണ്ട്സിനെ കിട്ടും. നീ അപ്പോൾ കുറേ കളിച്ചാൽ മതി. സ്കൂൾ വിട്ട് വന്നാലും അവരുടെ കൂടെ പോയിക്കൊണ്ട് കളിച്ചാൽ എനിക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടും. എൻ്റെ അടുത്ത് താമസിക്കും ചെയ്യും, കുഴപ്പമില്ല. ഓ, എന്നാൽ ഞാൻ പോവാം. മിഠായി ആക്കിച്ചേരും ഞാൻ പോയാ? നിനക്ക് ഒരു ചിന്തയേ ഉള്ളൂ. വാ, നമുക്കിപ്പോൾ ഈ സ്കൂൾ ബസ് വരും. ഇപ്പോൾ ഇവൻ്റെ സ്കൂൾ ബസ് വരും കേട്ടോ ഗേസ്. അപ്പോൾ ഇവനെ പെട്ടെന്ന് നമുക്ക് അവിടെ കൊടുക്കാൻ സമയം വൈകിയിട്ടുണ്ട് ഗേസ്. അതുകൊണ്ടാണ് വാടകൻ പെട്ടെന്ന് ഓടി വാ. ഓടി തന്നെ വരുന്നേ. എന്താ കണ്ണ് കാണാൻ പാടില്ലേ? പെട്ടെന്ന് ബസ്സിപ്പോൾ വരും. ബസ് വന്നാൽ നീ കുടുങ്ങും കേട്ടോ. ഇവൻ്റെ ബാഗൊക്കെ എവിടെയാണ് കാരണം ഇപ്പം നിങ്ങൾ ചിന്തിക്കണം ഗൈസ്. ഇവൻ്റെ ബാഗ് നേർക്കണില്ലാന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവനക്ക് ബാഗൊന്നും ആവശ്യമില്ല. ഡ്രസ്സൊന്നും അധികം മാറ്റട്ടെ, യൂണിഫോം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കളർ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ബസ്സിപ്പോൾ വരും. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം. ഓക്കെ ഗൈസ്, ഇവൻ്റെ ബസ്സൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഷിൻചാനെ, നീ എന്തായാലും ഇപ്പോൾ ബസ് കയറി പൊക്കോ. എനിക്ക് ഈ ബസ് കണ്ടിട്ട് നല്ല ഇഷ്ടമായി. അത് ഞാനിതിൽ കയറി പോവാ. എന്നാൽ ടാറ്റ ഫ്രാങ്ക്ലിൻ, ബൈ. ഓക്കെയാണ് ഷിൻചാനെ. ഓക്കെ ഗൈസ്, ഞാനാണ് ഇവൻ്റെ ബസ് ഡ്രൈവർ കേട്ടോ, ഷിൻചാൻ്റെ. നമുക്കിപ്പോൾ ഇവനെ നേരെ ഇവൻ്റെ സ്കൂളിലോട്ടാക്കി കൊടുക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ജോബെന്ന് പറഞ്ഞാട്ടോ ഗൈസ്. ഇവൻ്റെ സ്കൂളാണെങ്കിൽ കുറച്ച് ദൂരത്താണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ബസ്സൊക്കെ നമ്മളെ ഏൽപ്പിച്ച്. ഇവൻ്റെ ഇവരൊക്കെ ഫോർച്യൂണർ കാണിക്കുന്നതിന് പറ്റിയ നമുക്ക് കണ്ണും ബോധമൊന്നും അധികം ഇല്ല ഗൈസ്. എനിക്കാണെങ്കിൽ വയസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ്. എനിക്കാണെങ്കിൽ ആ മുന്നിൽ കാണാൻ തന്നെയാണ് സ്കൂൾ കേട്ടോ ഗൈസ്. അവിടെ തന്നെയാണ് നമ്മുടെ സ്കൂളുള്ളത്. ഈ കാണുന്നതാണ് അവൻ്റെ സ്കൂൾ. കുറച്ച് മുമ്പിൽ പോയാൽ നിങ്ങൾക്കൊരു സ്കൂൾ പോലെ കാണാനായിട്ട് പറ്റും. അതുതന്നെയാണ് ഗൈസ് അവൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ. ഓക്കേടാ മക്കളെ, എല്ലാവരും ഇറങ്ങിക്കോ. സാറേ ഇറങ്ങാം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ തുറന്നു തരാം, നാളെ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ ഗെയ്സ്, അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വരിയായിട്ട് ക്ലാസ്സിൽ പോക്കോ. ഓക്കെ സാറേ, താങ്ക് യു. ഗെയ്സ്, നമ്മളെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയിക്കിട്ടുണ്ട് കേട്ടോ ഗെയ്സ്. നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബസ്സിൽ തന്നെ ഇരിക്കാം. ഇവരുടെ സ്കൂളാണെങ്കിൽ വൈകുന്നേരം തന്നെ വിടും, 4:30 വിടും കേട്ടോ ഗെയ്സ്. അതുവരെ നമുക്കിവിടെ ഇരുന്നാലേ റെഡി ആകത്തുള്ളൂ. നമുക്ക് എന്നാലും ഈ ബസ്സിൽ തന്നെ ഇരിക്കാം, കാത്തിരിക്കാം. സ്കൂൾ വിട്ടാൽ നല്ല സ്വസ്ഥത ഉണ്ടാവും ഗെയ്സ്. അപ്പോൾ കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ച് തന്നെ പോലെ വീട്ടിലോട്ടാക്കി പോവാം. ഗെയ്സ്, നമ്മൾ മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഷിൻചാൻ കൊണ്ടുവരാൻ സ്കൂൾ ബസ് വരണ്ട ഗെയ്സ്. അപ്പോൾ അവൻ അവിടെ നിൽക്കുമ്പോൾ അവന് പേടിയാകും. അവൻ ഇങ്ങോട്ട് തന്നെതാല് വരുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. നമുക്ക് എന്നോട് പറഞ്ഞു നിൽക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് നമുക്ക് അവന് കൊണ്ടുവന്നിട്ട് പോവാട്ടോ. അവൻ്റെ സ്കൂളിൽ തന്നെ എനിക്ക് കാണാൻ പാടില്ല, പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഭാഗ്യമുള്ള. എന്നാലും നമുക്ക് എന്തായാലും അവനെ കൊണ്ടുവരാൻ പോവാട്ടോ ഗൈസ്. ഇല്ല,
അവരുടെ വണ്ടി കുറേ കുട്ടികളൊക്കെ ഉണ്ട്, തിരക്കൊക്കെ ഉണ്ട്, അവന് നിൽക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ ഈ ഫെരാരി ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ ഗേസ്. ഈ കാണുന്ന വണ്ടി പറഞ്ഞൊരു ഫെരാരിയാണ്. ഈ ഫെരാരിയും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഷിൻചാൻ ഈ വണ്ടി കാണുമ്പോൾ ഉറപ്പായിട്ടൊന്ന് ഞെട്ടും ഗേസ്. ഓ ഗേസ് അവൻ്റെ സ്കൂൾ ബസ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഓ ഗേസ് നമ്മുടെ വണ്ടി ഇടിച്ച് നമ്മൾ വണ്ടിയുടെ പാർട്സൊക്കെ മറ്റുണ്ട്. എന്തായാലും അവൻ്റെ സ്കൂൾ വിട്ടിട്ടില്ല എന്നാണ് തോന്നണേ ഗേസ്. നമ്മുടെ വണ്ടി ഏതായാലും അറിഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ ഗേസ് കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി നന്നാക്കി എടുക്കാൻ കൊണ്ടുപോകണം. വണ്ടി സ്കൂൾ വിട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടി നേരമാവും. നമ്മുടെ വണ്ടിയൊക്കെ നമ്മളങ്ങനെ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സ്കൂൾ ഇപ്പോൾ ഇടും ഗേസ്. കുറച്ച് അവൻ്റെ ബസ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡ്രൈവർ അതിൻ്റെ ഉള്ളിലല്ല, വല്ല ചായ എടുക്കാനും പോയിട്ടുണ്ടാവും കേട്ടോ ഗേസ്. അത് നമുക്കിവിടെ കാത്തിരിക്കാം അവൻ വരുന്ന വരെ. അവൻ്റെ സ്കൂൾ ഗേസ് ഇവിടെ ആണെങ്കിൽ ദേശീയഗാനം ചൊല്ലുന്നുണ്ട് കേട്ടോ. ദേശീയഗാനം ചൊല്ലുന്നുണ്ട് ഇവിടെ. ഓക്കെ ഗേസ് ഇപ്പം തന്നെ സ്കൂൾ വിടുമായിരിക്കും എന്നാണ് വിചാരിക്കണേ. നമ്മൾ ഷിൻചാൻ്റെ സ്കൂൾ എന്തായാലും വിട്ടിട്ടുണ്ട്. അവൻ പെട്ടെന്ന് നമ്മളെ കണ്ട് ഗേസ് വണ്ടി ചാടിക്കയറി. അതിൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ ബസ് കയറിയിട്ടുണ്ട്. ബസ് ഇപ്പോൾ പുറപ്പെടും. അതിന് മുമ്പേ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെത്തണം ഗേസ്. നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൂടെയൊക്കെ ഒന്നുമല്ല ഗേസ് ബസ് പോകുന്നത്. ദേ ഈ വളവിൽ കൂടെയാണ് പോകുന്നത്. ദേ ലെഫ്റ്റിലേക്കാണ് കൈ കൂടെ പോവാം. നമ്മളെ ഷിൻചാനെ കൊണ്ടുവരാനായിട്ട് മാത്രം ഇങ്ങോട്ട് വരുന്നുള്ളൂ. കുഴപ്പമില്ല, വലിയ ബസ്സല്ലേ. ഇന്ന് നമുക്ക് ഇവിടം പറ്റി ആക്കി കൊടുക്കേണ്ടി വരും ഗേസ്. എന്നാലായിരിക്കും പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവൻ്റെ ഈ സ്കൂളിൽ തന്നെ അങ്ങനെ പിക്ക് ചെയ്ത് കൊടുക്കണം. അതിനേക്കാളും നല്ലത് നമ്മുടെ ഗീസ് ഇവിടെ ഒരു വണ്ടി എടുക്കണം. ഇതാരെ വണ്ടിയാണ് ഗീസ്? ഈ വണ്ടിയുടെ അടുത്ത് വെച്ചൊന്ന് നോക്കട്ടെ. ഇപ്പോൾ കത്തിക്കാണോ എന്നറിയില്ല. അത് എഞ്ചിൻ കേടുന്നിട്ടുണ്ടോയെന്നാണ് തോന്നുന്നത്. ഗീസ് ഇത് നമ്മുടെ വാലക്കത്തെ ഒരു ഫെരാരി ആണല്ലോ. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് ഗീസ്. നമുക്കിത് നന്നാക്കി എടുക്കാം. ഈ വണ്ടി നന്നാക്കി എടുത്തിട്ട് അടുത്ത വീഡിയോ നമ്മൾ കൊണ്ടുവന്നതായിരിക്കും. കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഫ്രാങ്ക്ലിൻ ബായ്, ഇന്നത്തെ സ്കൂൾ എൻജോയിങ് വളരെ ജോയിങ്ങായിരുന്നു. നല്ല രസമായിരുന്നു ഫ്രാങ്ക്ലിൻ ബായ്. എനിക്ക് ഇനി എന്ത് സ്കൂളിൽ പോകണം. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമാ ഈ സ്കൂളിൽ പോവാൻ. ഓ ശരി, നിന്നെ എന്നും സ്കൂളിൽ പറഞ്ഞേക്കുന്നത്. ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ കളിക്കാൻ പൊക്കോട്ടെ. അവിടെ ഷിൻചാനെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഫ്രാങ്ക്ലിൻ ബൈ ഫെരാരി വരെ എനിക്കത് പരിചയമില്ല. ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഈ വണ്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻജിനീയർ സീന ഫ്രാങ്ക്ലിൻ ബൈ. ഓ നീ എന്തായാലും ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേറെ കൊഞ്ചല്ലേ. ഓക്കെ ഫ്രാങ്ക്ലിൻ ബൈ, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ശരി, നീ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഡിഫറൻറ്റ് സാധനങ്ങളൊക്കെ ഇളകിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിനക്ക് ഭ്രാന്തി പിടിക്കണ്ടോ? ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എത്ര ഉള്ളൂ. ഷിൻചാനെ സ്കൂളിൽ ചേർത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഗൈസ്. അതാണ് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ഒരാൾ പോലും ലൈക്ക് പോലും ചെയ്തിട്ടില്ല ഗൈസ്. ഒരു സബ്സ്ക്രൈബെങ്കിലും ചെയ്തേക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.